എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആരാധകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. ഇവിടെ ഇല്ലേ, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ചേട്ടാ ഇത് ഒന്ന് അവിടെ പോയി ഇവിടെ പ്രോഗ്രാം തുടങ്ങി അവിടെ പോയിരുന്നു. എന്ത് ഇവിടെ ഞങ്ങൾ ഷോ തുടങ്ങി. അതാണ് അതിന് ഞാൻ എന്താ വേണ്ടേ? നിങ്ങൾ ഇവിടെ സംസാരിക്കില്ല, ഇടയിൽ കൂടെ ഒന്നും സംസാരിക്കില്ല ഇവിടെ. ഏടോ, ഞാൻ ഇവിടുത്തെ വിശിഷ്ടാതിഥിയാണ്, ഉദ്ഘാടകനാണ് ഞാൻ. ഉദ്ഘാടകൻ ഇയാളത് എന്താ? നിങ്ങൾ എങ്ങനെയാണ് വിശിഷ്ടാതിഥിയാവുക? ഉദ്ഘാടനമൊക്കെ വേറെ ആൾക്കാർ ചെയ്ത് പോയി ഇവിടെ. എന്നോട് പറയാൻ ഇവര് വിളിച്ചതല്ലേ? ആര് വിളിച്ചേ? എന്നെ മറ്റേ സതീശൻ വിളിച്ചല്ല അവിടേക്ക്. സതീശേ? ഏതൊക്കെ സതീശൻ അറിയൂ? ഞാനിപ്പം കൂടുതലായിട്ട് എല്ലാവരുടെ ഉള്ളിലും നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറാ. മൂപ്പര് വിളിച്ചാടോ എന്നോട് കാണാനായിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ പങ്കെടുക്കണം. എനിക്ക് എത്തിപ്പെടാൻ പറ്റൂല, ഞങ്ങൾ പങ്കെടുക്കണം. ഇയാള് എന്ത് വിവരക്കേടാന്ന് പറയും. എന്ത് വിവരം? സതീശൻ സാറ് നിങ്ങൾ വിളിക്കുക എങ്ങോട്ട്? ഏടാ, ഓ ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട്. വർത്താനം നിർത്തിക്കാളി. എന്തുവാ ഒരു 3 മാസമായിട്ടുള്ള ഈ ചാട്ടം എന്ത് വേറെ വർത്താനം പറഞ്ഞോണ്ടിരുന്നത്? ഞാനോ? എനിക്കൊരൊറ്റ അതേ ഉള്ളൂ. ഞാൻ ഇന്ന് മാറുന്ന വ്യതിചലിക്കുന്ന പരിപാടിയല്ല എനിക്ക്. ഞാൻ അന്നും ഒന്നും ഇതിലാണല്ലേ. ഏതില്? സതീശ് സാറ് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞോട്ട്? എന്താ പറഞ്ഞ? ഞാൻ മൂപ്പര് ഈ സതീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാന് വല്ലഭായി, മോത്തിലാല്, തിലകൻ, പിന്നെ ബാലക്ക നായർ. ബാലക്ക നായരല്ല, പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഇവനെ കൂട്ടും. ചെറിയ ചെക്കനെ ദണ്ഡിയാത്ര, വാഗൻ ട്രാജഡി, ഉപ്പ് സത്യാഗ്രഹം, ഇതിനൊക്കെ അവന്റെ കൂടെ പോരും. സിനിമയാ? സിനിമയല്ലേടോ. സമരത്തിൽ ഇവൻ ഈ സമരം കാണാൻ ഭയങ്കര ഇഷ്ടാ. സായന്ത്രം കിട്ടാൻ വേണ്ടിട്ട് എന്റെ കൂടെ ഇങ്ങനെ വരും. ഭയങ്കര താല്പര്യ. അന്നേ ഞാൻ മൂപ്പനോട് പറഞ്ഞു, മോനെ ഈ വലിയൊരു നിലയിലെത്തും, കേരളത്തിന്റെ ഒരു ഭരണത്തിന്റെ തലപ്പത്തെത്തും ചെയ്യുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആരാന്റെ കുട്ടീന്റെ ബാപ്പയാവാ നിങ്ങളെ കഴിച്ചിട്ടേ ആളുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഇത് വിവരക്കേട്? വേറെ സംഗതി അറിയോ? എന്താണ്? മൂപ്പരെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യം വിളിച്ച ഇന്നെയാ. എന്തിനെന്നോ? കണാരായിട്ട് നമ്മള് പറഞ്ഞ മാതിരിയൊക്കെ ആയിണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ലഹരിക്കെതിരാണ്ട് പോരാടിക്ക് ഓപ്പറേഷൻ തൂഫാൻ. അത് ഞാൻ പറഞ്ഞല്ലേ. എനിക്കറിയില്ല, മൂപ്പർക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാൻ എനിക്കറിയില്ല. ഓണ പരിപാടി ഓണാകുമ്പോ ഞാൻ ഉണ്ടാവില്ല, നിർബന്ധമല്ല. ഞാൻ ഓഫാണല്ലോ, പിന്നെ ഇങ്ങനെ ഓണാകുമ്പോ ഉണ്ടാവുന്നത്. എടാ, പണ്ട് ഓണത്തിനൊക്കെ കിറ്റ് കൊടുത്ത്, ഞങ്ങളെ കിറ്റ് ഇന്ത്യ കമ്പനി എന്നല്ലേ കിറ്റ് കൊടുക്കണേ. കിറ്റ് ഇന്ത്യ കമ്പനി? അതൊരു കമ്പനിയാ. ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത കിറ്റ് ഇന്ത്യ കമ്പനിയിലല്ലേ. ഇത് സൈൻ ചെയ്ത് കയറുന്ന കമ്പനിയാ കിറ്റ് ഇന്ത്യ കമ്പനി. പിന്നെ ആ ഓണത്തിനും കൊറോണയ്ക്കൊക്കെ ഞങ്ങൾ ആ കിറ്റ് കൊടുത്ത്. കിറ്റിലൊന്നും ഇല്ല എന്നുള്ള കേട്ടത്. അല്ല, കിറ്റ് മാത്രമേ ഞങ്ങൾ സ്പോൺസർ ചെയ്തുള്ളൂ, സാധനം സ്പോൺസർ ചെയ്തില്ല. പിന്നെന്താന്ന് വെച്ചാല് ഒന്നും പറയണ്ട, ഓരോ കഥകള്, പണ്ടത്തെ ഓരോ കഥകള്. ഓണാകുമ്പോ പിന്നെ ഞാൻ ഒന്നും പറയണ്ട, എല്ലാ സ്ഥലത്തും ഓണാഘോഷത്തിന് ഞാൻ നിർബന്ധ. നിങ്ങളെന്താ ഓണായിട്ട് ബന്ധോ? ഓണായിട്ട് എന്താ ബന്ധമെന്നോ? ഓണം ആരാ ഉണ്ടാക്കി? ഓണത്തിന്റെ ഇത് പറയും, ഐതിഹ്യം പറയും, ചരിത്രം പറയും. വാമനെ മഹാബലിന്റെ അടുത്ത് വന്നിട്ട് 3 അടി മണ്ണ് ചോദിച്ചു. മണ്ണ് ചോദിച്ചു. ഇത് കട്ടായി പോകുന്നുണ്ട്. മാറ്റി മാറ്റാൻ വേറില്ല. അങ്ങനെ മണ്ണ് ചോദിച്ചു. മണ്ണ് ചോദിച്ചപ്പം 1ാമത്തെ അടിയില് ഭൂമി അളന്ന്, 2ാമത്തെ അടിയില് ആകാശം അളന്ന്, 3ാമത്തെ അടി അളക്കാൻ സ്ഥലമില്ല. ഇതെല്ലാം എനിക്കറിയാം. സ്ഥലമല്ല ഇല്ലാത്ത, കാലാണ് ഇല്ലാത്ത. സ്ഥലമുണ്ട്, കാലില്ല. കാലാണ് ഇല്ലാത്ത. എടോ, ഒരടിയില് ഒരു കാല് ആകാശത്ത്, ഒരു കാല് ഭൂമിയിലും. 3ാമത്തെ അടി ആക്കാൻ കാല് വേണ്ടേ? എനിക്കൊന്ന് ആലോചിച്ച് നോക്കി, കാലാണ് ഇല്ലാത്ത. അങ്ങനെ എന്നെ വാമനൊരൊറ്റ വിളി. ആരാന്ന് വിചാരിച്ചത് മഹാവിഷ്ണു അവതാരാണ്. അതെന്നെ എന്നെ വിളിച്ച്, ജേക്കെ പെട്ടെന്ന് സഹായിക്കണം എന്ന്. ആരാ ജേക്കെ? ഞാൻ എന്താ മനസ്സിലായില്ല. ചാലിയൻ കാണാരെ. അന്നും ഷോട്ടുണ്ടോ? എന്റെ ഷോട്ടല്ലേ, മുപ്പരിപ്പോ വീഡിയോ ആക്കി. ശരി. അങ്ങനെ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളും മഹാബലി തമ്മിൽ എന്താ വിഷയം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് മൂപ്പരൊന്ന് വരാൻ പറഞ്ഞ് കാലൊന്ന് വേണം ചവിട്ടി താത്താൻ വേണ്ടിട്ട്.
അപ്പൊ പ്രശ്നം എനിക്ക് അറിയില്ല. അത് ശരി, ശരി. മൂപ്പര് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാറക്കാൻ പറ്റൂല. വാഹനം പറഞ്ഞാൽ അത്ര ബന്ധങ്ങളൊന്നും ഇത്രയും ബന്ധം. ഏത് ലെവലിൽ ഞാൻ കാലെടുത്ത് തലയിൽ വെച്ച് ചവിട്ടാൻ പോവാണ്. നിങ്ങൾക്ക് എന്താ ആഗ്രഹം ഉണ്ടോ ബാക്കിന്ന് വെച്ചു. ആരോട്? മഹാബലിന്റെ അടുത്ത്. അപ്പൊ മൂപ്പര് പറഞ്ഞ് കൊല്ലത്തിന് ഒരു 10 ദിവസം വരണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വന്നോളി മാമന്ന വന്നോട്ടെ. വന്നോളാൻ പറഞ്ഞ അപ്പൊ തന്നെ 50 റുപ്യ സാമ്പ്രപ്പർ വാങ്ങി എഗ്രിമെന്റ് ചെയ്ത് ഒപ്പിട്ട് അങ്ങനെയല്ല ഇപ്പൊ വരുന്നേ. ചവിട്ടി ചെയ്തിട്ട് ഞാൻ ഒറ്റ ചവിട്ടിങ്ങള് കൊട പൂട്ടിക്കോളി. ഇല്ലി പൊട്ടി പോകുന്നു. പിന്നെ ഇല്ലില്ലാത്ത കൊടയായിട്ട് വരണ്ടല്ലേ. അങ്ങനെ ചവിട്ടി അങ്ങനെ ഞാൻ ചവിട്ടി. അതെല്ലാം പോണോ? ഇയാള് ഏത് അവസ്ഥയിലൊക്കെ എത്തിക്കാൻ ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് വന്ന് ഞാനൊന്നും പറഞ്ഞു. ഞാൻ ഡൽഹിന്ന് അപ്പൊ വരുന്നേ. ഡൽഹിന്നോ? അതെ ഡൽഹിയിൽ. ഞാൻ ഡൽഹിയിൽ എന്തൊക്കെ ആവശ്യം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണല്ലോ ഒരു സാധനം കൊണ്ടുവന്നേ. എന്ത്? ഇത് മറ്റേ വന്ദേ ഭാരത്. നിങ്ങൾ ഡൽഹിയിൽ കൊണ്ടുവന്നാണത്? പിന്നെ ഇപ്പൊ റോഡ് പണി നടക്കുന്നുണ്ട്, ഹൈവേ. അവിടെ പൊളിഞ്ഞാള്. അല്ല അത് ഞാൻ ഇടയ്ക്കൊന്ന് ഡൽഹി പോയപ്പോ എന്റെ കണ്ണെത്തിപ്പെട്ടില്ല, അതാ പൊളിഞ്ഞു പോയത്. പിന്നെ എന്താ വെച്ചാല് ഡൽഹി പോയാൽ ഞാൻ പിന്നെ താജ്മഹലിലാ താമസിക്കല്. താജ് ഹോട്ടലിലായിരിക്കും. താജ് ഹോട്ടലല്ല, താജ്മഹല്. താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിന്റെ ആണത്. താജ്മഹലിന്റെ കഥ എനിക്ക് ഇല്ല. താജ്മഹലിന്റെ കഥ എന്ന് പറഞ്ഞാല് ഞങ്ങളിവിടെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കുതിരപ്പുറത്തൊരു കുതിര സന്ദേശം ആ ഒരു കത്ത്. അർജന്റ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ഷാജഹാൻ. വിദ്യാഭ്യാസ പെട്ടെന്ന് എന്നോട് ഡൽഹിയിലേക്ക് ചെല്ലേ. ഞാൻ ആ കുതിരപ്പുറത്ത് കയറി അപ്പം തന്നെ ഡൽഹിക്ക് പോയി. അവിടെ ചെന്നപ്പോ വലിയൊരു സമ്മേളനം നടക്കുക. എന്താണ് സമ്മേളനം? ഇതേമാതിരി കുറെ ആൾക്കാരുണ്ട്. അവിടെ എന്താ വെച്ചാല് ഷാജഹാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പുര ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? ഒരു പുര. അതിന്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി. അതന്നെ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പാലിയത്തച്ഛൻ, മങ്ങാത്തച്ഛൻ, പെരുന്തച്ഛൻ, പള്ളിയിലച്ഛൻ, ഔസേപ്പച്ചൻ. ഔസേപ്പച്ചല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പെരുന്തച്ഛൻ എന്നെ കണ്ട അപ്പ തന്നെ ഒരു കോംപ്ലക്സ് വന്നു. അത് ഞാൻ വരയ്ക്കാൻ പോകുന്ന പ്ലാൻ. അതാണ് പെരുന്തച്ഛൻ കോംപ്ലക്സ്. അങ്ങനെ ഉണ്ടായതാ. അങ്ങനെ ഞാൻ ഷാജഹാനോട് പറഞ്ഞു ഒരു കടലാസ് കിടക്കുകയായിരുന്നു. ഞാൻ അപ്പം തന്നെ വരച്ച് അടിയിൽ പേര് എഴുതി താജ്മഹൽ. ഏത് കാര്യങ്ങൾ പോവില്ലേ, അങ്ങോട്ട് കൊന്നാളൂലേ. അന്ന് ഷാജഹാൻ ഒരൊറ്റ നിർബന്ധം, കണാര തങ്ങൾ ഡൽഹിയിൽ വന്നാൽ താജ്മഹൽ താമസിക്കണം. എനിക്കൊരു മുറി ഉണ്ടാടേ. ഓ കണാരൻ മുറി ആണ്. പൊട്ടട്ട് പൂട്ടിക്കാളങ്ങളെ എനിക്ക് തിരക്കാണ്, ഒന്നും പറയണ്ട. പോണില്ലല്ലോ. പിന്നെ ഞാൻ മറ്റേ ഇതിപ്പോ പുതിയൊരു സാധനം വരുന്നുണ്ട് കേട്ടോ. നീ എന്താണ്? കേഷിപ്പ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. എന്ത് കേഷിപ്പ്? ഞാൻ മുഖ്യമന്ത്രി ഏറെയിലൊക്കെ കഴിഞ്ഞില്ല, അന്ന് വരാൻ പോയിട്ടുണ്ട്. ഇത് കേഷിപ്പ് വരും. കേഷിപ്പ് എന്ന് പറഞ്ഞാൽ കടൽ മാർഗത്തിലൂടെ സാധനങ്ങൾ എത്തിക്കാം. നിങ്ങളെ ഐഡിയ ആണത്? എന്റെ ഐഡിയ. അത് മുഖ്യമന്ത്രി ഓൾറെഡി ഐഡിയ മുമ്പ് പ്ലാൻ ചെയ്ത സാധനമാണ്. അത് നിങ്ങളെടുത്ത് പറഞ്ഞു കൊടുത്തത് ഞാനല്ലേ? അത് നിങ്ങളെടുത്ത്. ഇതെന്താ എന്നോട് ഞാൻ ഈ തലപ്പത്ത് നിൽക്കണം എന്ന് അറിയുന്നത്? ഇത് എത്ര സമയം കൊണ്ട്? അപ്പൊ കാസർഗോഡ് നിന്ന് ഒരു ഷിപ്പ് പുറപ്പെട്ട് കഴിഞ്ഞാല് തിരുവനന്തപുരത്ത് എത്ര സമയം കൊണ്ട് എത്തും? അത് കുറച്ച് സമയം എടുക്കൂലേ? തോന്നി എത്തുമ്പോഴേ അതന്നെ കുറെ സമയം എടുക്കൂലേ? ഇത് ഞാൻ കാസർഗോഡ് ചെന്നിട്ട് ഈ കപ്പലിന്റെ ബാക്കിൽ ഒരു ഒറ്റ തള്ള അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇത് 10 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്തെത്തും. അവിടെ തിരിച്ച് ഇങ്ങോട്ടെങ്ങനെയാ വരിക? അതിന് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചിട്ട് ഓട് തള്ളേ. അപ്പൊ ഇനി കൂടുതൽ സംസാരിക്കേക്ക് നേരമില്ല. പോയിക്കിട്ട് സമാധാനം. MLA ഒക്കെ എന്നെ കാത്തിക്ക. മന്ത്രി പോലീസ് എല്ലാരും കാത്തിക്കുണ്ട്. അപ്പൊ ഇനി നേരമില്ല. ഇവിടുന്ന് തൊട്ട് അറ്റം വരെ ഉദ്ഘാടനം ഉണ്ട്. അവിടെ തൊട്ട് വരെ കൊല്ലണം. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നാ ശരി. എന്നാ എന്റെ തോന്നിയാസം അല്ല എന്റെ എന്താ എന്തൊരവസ്ഥ. ഒരു